നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. കത്തിജ്വലിക്കുന്ന സൂര്യനെ നോക്കി നിന്നാൽ കാഴ്ചശക്തി നഷ്ടപ്പെടും. എന്നാൽ സൂര്യനില്ലെങ്കിൽ ഭൂമി അന്ധകാരത്തിൽ മുങ്ങും. സൂര്യൻ്റെ പ്രകാശം മറ്റു വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് കാഴ്ച എന്ന അനുഭൂതി ഉണ്ടാകുന്നത്. അതുപോലെയാണ് നേരിട്ട് കാണാൻ കഴിയാത്ത പരമാത്മാവ് ജീവാത്മാക്കളായി പിരിഞ്ഞ് സകല ജീവജാലങ്ങളുടെയും പ്രതീതി ജനിപ്പിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ. ഇന്ന് വ്യാഴാഴ്ച, വിഷ്ണു പ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഇനി സന്ധ്യാനാമം കേൾക്കാം. അമ്പാടിക്കണ്ണനെ കാണാൻ കൊതിച്ചു ഞാൻ അമ്പലപ്പുഴ ക്ഷേത്ര നടയിൽ വന്നു. അമ്പാടിക്കണ്ണനെ കാണാൻ കൊതിച്ചു ഞാൻ അമ്പലപ്പുഴ ക്ഷേത്ര നടയിൽ വന്നു. തമ്പുരാൻ കൃഷ്ണന്റെ സന്നിധാനത്തിലൻ നൊമ്പരമെല്ലാം മറന്നുപോയി ഞാൻ മറന്നുപോയി. അമ്പാടിക്കണ്ണനെ കാണാൻ കൊതിച്ചു ഞാൻ അമ്പലപ്പുഴ ക്ഷേത്ര നടയിൽ വന്നു. ബ്രഹ്മമുഹൂർത്തങ്ങളെത്ര പിന്നിട്ടു ഞാൻ ചിന്മയരൂപനെ കാണുവാനായി. ബ്രഹ്മമുഹൂർത്തങ്ങൾ എത്ര പിന്നിട്ടു ഞാൻ ചിന്മയരൂപനെ കാണുവാനായി. നിൻമിഴിപ്പൂവുകളാലെ എനിക്കവൻ നിത്യവസന്തം പകർന്നു തന്നു. അമ്പാടിക്കണ്ണനെ കാണാൻ കൊതിച്ചു ഞാൻ അമ്പലപ്പുഴ ക്ഷേത്ര നടയിൽ വന്നു. പുല്ലാങ്കുഴലുമായി പൂങ്കുയിൽ നാദവും ഒന്നായൊഴുകിയൻ മാനസത്തിൽ. പുല്ലാങ്കുഴലുമായി പൂങ്കുയിൽ നാദവും ഒന്നായൊഴുകിയൻ മാനസത്തിൽ. സർവം മറന്നു ഞാനെന്നാത്മദേവന്റെ മോഹനരൂപം കണ്ടു നിൽക്കേ. അമ്പാടിക്കണ്ണനെ കാണാൻ കൊതിച്ചു ഞാൻ അമ്പലപ്പുഴ ക്ഷേത്ര നടയിൽ വന്നു. തമ്പുരാൻ കൃഷ്ണന്റെ സന്നിധാനത്തിലൻ നൊമ്പരമെല്ലാം മറന്നുപോയി ഞാൻ മറന്നുപോയി. അമ്പാടിക്കണ്ണനെ കാണാൻ കൊതിച്ചു ഞാൻ അമ്പലപ്പുഴ ക്ഷേത്ര നടയിൽ വന്നു.
വളരെയധികം വൈകാരികമായ ഉത്സവ ചടങ്ങാണ് കൊട്ടിയൂരിലെ ഉത്സവത്തിനോടനുബന്ധമായി നടക്കുന്ന ആലിംഗന പുഷ്പാഞ്ജലി. ശിവനും വിഷ്ണുവും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആവിഷ്കാരമാണ് ഈ ചടങ്ങ്. കഥയമമ്മയിലൂടെ ആലിംഗന പുഷ്പാഞ്ജലിയെക്കുറിച്ച് കൂടുതൽ അറിയാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കൊട്ടിയൂർ തീർത്ഥാടന കാലം കൂടിയാണ് വൈശാഖ മാസം എന്ന് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ പരിചയപ്പെടുണ്ടായി. നിരവധിയായിട്ടുള്ള വിശേഷപ്പെട്ട അവസരങ്ങൾ കൊട്ടിയൂർ ആരാധനയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സമയമാണ് രോഹിണി ആരാധന എന്ന് വിളിക്കപ്പെടുന്ന സമയം. രോഹിണി നക്ഷത്രത്തിലാണ് അത് നടക്കുക. അന്നേ ദിവസം കൊട്ടിയൂർ നടക്കുന്ന ഏറെ വിശേഷപ്പെട്ട ആ ഒരു ദൃശ്യം കാണാനായിട്ട് എത്രയോ ഭക്തർ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് കൊട്ടിയൂർ. മറ്റൊന്നും തന്നെയല്ല, സാക്ഷാൽ ആലിംഗന പുഷ്പാഞ്ജലിയെ കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ആ കഥ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. എന്താണ് ഈ കഥയ്ക്ക് കാരണമായിട്ട് വന്നിട്ടുള്ളത്, ഈ ഒരു കർമ്മം അവിടെ നടക്കാനുള്ള ഐതിഹ്യം എന്താണ് എന്ന് ആദ്യം പരിചയപ്പെടാം. യാഗഭൂമിയാണ് കൊട്ടിയൂർ. ദക്ഷയാഗം നടന്ന സ്ഥലമാണ്. അവിടെ വെച്ചാണ് ഭഗവാന്റെ ഭൂതഗണങ്ങളായിട്ടുള്ള വീരഭദ്രസ്വാമിയും സാക്ഷാൽ ശ്രീ ഭദ്രകാളിയും ദക്ഷനെ വധിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ദക്ഷന് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടുന്നു. ആടിൻ്റെ തലയോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി യാഗം പൂർത്തിയാക്കപ്പെടുന്നു. എങ്കിലും ഭഗവാൻ ഉണ്ടായിട്ടുള്ള ഈ വിരഹ ദുഃഖം, ആ യാഗാഗ്നിയിൽ ചാടി സ്വയം ദേഹം ഉപേക്ഷിച്ച ആ സതീദേവിയോടുണ്ടായിരുന്ന ഭഗവാന്റെ അഗാധമായിട്ടുള്ള പ്രേമം, അത് ഭഗവാനെ പോലും ഒരു തരത്തിൽ മാറ്റിക്കളഞ്ഞു എന്നാണ്. ബ്രഹ്മവിത്തായിട്ടുള്ള ശിവൻ ഈ കത്തിക്കരിഞ്ഞ സതീദേവിയുടെ ശരീരം രണ്ട് കൈകളിലും ഏറ്റുവാങ്ങി ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങി. ഭഗവാന്റെ ക്രോധത്തിന് പ്രപഞ്ചം മുഴുവൻ അഗ്നിക്കിരയാകുമോ എന്ന് ദേവന്മാർ പോലും ശങ്കിച്ചു. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ കാലാഗ്നി രുദ്രനാണ്. അദ്ദേഹത്തിന് ഈ സംസാര സാഗരത്തെ മുഴുവൻ സംഹരിക്കാൻ കേവലം നിമിഷങ്ങൾ മാത്രം മതി. ഭഗവാന്റെ കണ്ണ് അഗ്നിയാകുന്ന കണ്ണാണ്. ആ അഗ്നിയെ ഭയമില്ലാത്തവരായിട്ട് ഈ ചരാചരങ്ങളിൽ ആരും തന്നെ ഇല്ല. അങ്ങനെയുള്ള ഭഗവാൻ ഈ ക്രോധഭാവത്തിൽ നിരവധിയായിട്ടുള്ള സമയം ഈ ഭാവത്തിൽ തുടർന്നു കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാശത്തിന് കാരണമാവില്ലേ എന്ന് ദേവന്മാർക്ക് ഒരു ഭയം തോന്നിയെന്നാണ്. ദേവന്മാരുടെ ഭയം ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സാക്ഷാൽ നാരായണനെ, ഗുരുവായൂരപ്പനെ അറിയിക്കുന്നു. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള സുദർശനം എന്ന് വിളിക്കപ്പെടുന്ന ആ മഹത്തായിട്ടുള്ള ആയുധം കൊണ്ട് മഹാദേവന്റെ കയ്യിലുണ്ടായിരുന്ന ആ മൃതദേഹത്തെ, സതീദേവിയുടെ ദേഹത്തെ കഷ്ണങ്ങളാക്കി ഛേദിച്ചു എന്നാണ്. അത് ചെന്ന് വീണതൊക്കെ ശക്തിപീഠങ്ങളായിട്ട് മാറി എന്ന് കഥയുണ്ട്. പക്ഷെ ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ദേവിയുടെ ശരീരം കൂടി നഷ്ടപ്പെട്ട ശിവൻ അത്യധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാൻ ആ ഏറ്റവും അധികം വൈരാഗ്യമായിട്ടുള്ള ഭഗവാന്റെ ആ ഭാവത്തിലേക്ക് പോണതിന് മുമ്പ് ഈ വിരഹ ദുഃഖം അനുഭവിക്കുന്ന ആ സമയത്ത് സാക്ഷാൽ മഹാവിഷ്ണു വന്ന് ഭഗവാനെ സാന്ത്വനിപ്പിക്കാനായി, ഭഗവാന്റെ ക്രോധത്തെ തണുപ്പിക്കാനായി ഭഗവാൻ മഹാദേവനെ സാക്ഷാൽ വിഷ്ണു ആലിംഗനം ചെയ്തു എന്നാണ്. ആ ഭഗവാന്റെ ആലിംഗനത്തിൽ സംപ്രീതനായിട്ടുള്ള ശിവൻ ശാന്തനായി എന്നുമാണ് കഥ. ഇതിൻ്റെ ഒരു അനുസ്മരണമാണ് യഥാർത്ഥത്തിൽ ഈ രോഹിണി ആരാധന ദിവസം നടക്കുന്ന ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂർ എന്ന് പറയുന്ന ഇല്ലത്തെ മൂത്ത കാരണവർ, അദ്ദേഹത്തെ വിളിക്കുക നായ്ക്കൻ എന്നാണ്. അദ്ദേഹമാണ് ഇത് ചെയ്യാനായിട്ട് ചുമതലപ്പെട്ടിട്ടുള്ള ആള്. സ്നാനം കഴിഞ്ഞ് എല്ലാ തരത്തിലുള്ള ദേഹശുദ്ധിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മണിത്തറയിൽ വന്നിരുന്ന് ആ സ്വയംഭൂ ആയിട്ടുള്ള ശിവലിംഗത്തിലേക്ക് സാക്ഷാൽ തുളസിയും തീർത്ഥവും കൊണ്ട് അർച്ചന ചെയ്യുന്നു എന്നാണ്. ആ അർച്ചനയുടെ ഒരു സമയത്ത് അദ്ദേഹം ആ ശിവലിംഗത്തെ അങ്ങോട്ട് ആലിംഗനം ചെയ്ത് അവിടെ അങ്ങോട്ട് കിടക്കും. എത്ര സമയമാണ് അങ്ങനെ കിടക്കുക എന്നുള്ളതിന് യാതൊരു നിശ്ചയമില്ല. ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കുന്നതാണ്. പല ആളുകളും കണ്ടു നിൽക്കുന്നവർ ഭയത്തോടു കൂടി നോക്കി നിൽക്കും. അദ്ദേഹം സമാധിയാവസ്ഥയിലേക്ക് പോയോ എന്ന് പോലും സംശയം തോന്നും. പക്ഷേ ആ ആലിംഗനം ഒരിക്കലും രണ്ട് കൈകളും ചേർത്ത് വെച്ച് അത് പിരിയാതെ ആ മഹാദേവന്റെ ശിവലിംഗത്തെ അദ്ദേഹം ആലിംഗനം ചെയ്യുന്നു. ആ ആലിംഗനം ചെയ്യുന്ന സമയത്ത് കുറുമത്തൂർ ഇല്ലത്തെ കാരണവരായിട്ടുള്ള നായ്ക്കൻ എന്ന സ്ഥാനപ്പേരുള്ള അദ്ദേഹം വിഷ്ണു ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. വിഷ്ണു എങ്ങനെയാണോ ശിവനെ ആലിംഗനം ചെയ്തത്, അതുപോലെ ആ ബ്രാഹ്മണശ്രേഷ്ഠൻ മഹാദേവന്റെ ശിവലിംഗത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് നിരവധിയായിട്ടുള്ള സമയം മണിത്തറയിൽ അവിടെ ഭഗവാന്റെ ആ ശ്രീകോവിലിന് മുമ്പിലായിട്ട് അവിടെ ആലിംഗനം ചെയ്ത് കിടക്കുന്നു. അതിനുശേഷം അദ്ദേഹം എഴുന്നേൽക്കുന്ന ഒരു രംഗത്ത് അവിടെ കൊട്ടിയൂർ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും വലിയ നാമഘോഷത്തോടു കൂടി
അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാരമ്പര്യം. നോക്കൂ, ശിവനെയും വിഷ്ണുവിനെയും ഭേദഭാവത്തിൽ കാണുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കുറ്റമാണ്. ശിവന്റെ ഹൃദയമാണ് വിഷ്ണു, വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവൻ എന്നാണ് ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന നിരവധിയായിട്ടുള്ള ഏടുകൾ കൊട്ടിയൂർ തീർത്ഥാടന കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ച ഈ ആലിംഗന പുഷ്പാഞ്ജലി. ഇനിയും നിരവധിയായിട്ടുള്ള ഈ ശിവവിഷ്ണു ഐക്യത്തെ സൂചിപ്പിക്കുന്ന കഥകൾ, കാര്യങ്ങളൊക്കെ തന്നെ കൊട്ടിയൂർ നമുക്ക് കാണാൻ സാധിക്കും. വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് അതൊക്കെ തന്നെ പരിചയപ്പെടാം. അതുകൊണ്ട് കൊട്ടിയൂർ രോഹിണി ആരാധന ദിവസം അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് മാത്രമേ ആലിംഗന പുഷ്പാഞ്ജലി കാണാൻ പറ്റുള്ളൂ. എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. പക്ഷെ ആരും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരു ശിവലിംഗം സങ്കല്പിക്കുക. സ്വയം നമ്മൾ തന്നെ ഗുരുവായൂരപ്പനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ ശിവലിംഗത്തെ ആഗിരണം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. സദാസമയവും ആ ശിവൻ സദാശിവനായിട്ട് നമ്മുടെ ആത്മാവിൽ ജ്വലിച്ചു നിൽക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. മനസ്സിൽ പരമാനന്ദം നിറയുന്നതിന് നിരവധി ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ക്ഷേത്രങ്ങൾ. മോക്ഷപ്രാപ്തിയിലേക്കുള്ള യാത്രയിലെ ഒരു ഘടകമാണിത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ആലുവ മഹാദേവ ക്ഷേത്രത്തിന് അല്പം അകലെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കടുങ്ങല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം ആലുവ മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നത് തന്നെയാണ് കടുങ്ങല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം. തൂണിലും തുരുമ്പിലും നാരായണൻ, എന്റെ രാവിലും പകലിലും നാരായണൻ. ഏതൊരു വാളെന്റെ നേർക്കു വന്നാൽ എത്തും നാരസിംഹപ്രഭു നാരായണൻ. കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുമ്പോൾ ത്രേതായുഗത്തിലെ ശ്രീരാമാവതാര കാലഘട്ടത്തിലേക്കും ഒരു മനസ്സഞ്ചാരം നടത്തേണ്ടതുണ്ട്. വിശ്വലോകത്തിന് എക്കാലത്തെയും മാതൃകാ പുരുഷനായിരുന്നുവല്ലോ ശ്രീരാമ ഭഗവാൻ. പവിത്രമായ സ്നേഹബന്ധങ്ങളുടെ കഥ പറഞ്ഞ ത്രേതായുഗം ഭക്തിയിലും ധാർമ്മികതയിലും അധിഷ്ഠിതമായ രാജഭരണത്തിലൂടെ കോസല രാജ്യത്തിന്റെ മര്യാദാ പുരുഷോത്തമനായി യുഗയുഗാന്തരങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ശ്രീരാമാവതാരം സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി സ്വന്തം ജീവിതം തന്നെ രാജ്യത്തിനും പ്രജാക്ഷേമത്തിനും സമർപ്പിച്ച് മോക്ഷദായകമായ രാമരാജ്യം സൃഷ്ടിക്കുകയായിരുന്നു. സഹനത്തിന്റെ സർവപ്രതീകമായി നിലകൊണ്ട സീതാദേവി രാജപത്നിയായപ്പോഴും രാമനാൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും ഉള്ളിൽ നിരന്തരം രാമ രാമ എന്ന നാമം ജപിച്ച് ഭഗവാനിൽ അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ് രാമായണത്തിൽ നാം കാണുന്നത്. ശ്രീരാമന്റെ എല്ലാമെല്ലാമായ അനുജൻ ലക്ഷ്മണൻ, രാമപാദുകം വച്ച് രാജ്യം ഭരിച്ച ഭരതൻ, രാമന്റെ പരമഭക്തനായ ഹനുമാൻ, അങ്ങനെ നിരവധി സവിശേഷമായ വ്യക്തിത്വങ്ങളാൽ പ്രകാശം നിറഞ്ഞതായിരുന്നുവല്ലോ ഭഗവാന്റെ അവതാര ലീലകളിലൊന്നായ ത്രേതായുഗം. വന്നിടും ജഗത്രാണ പരമബന്ധു, വന്നിടും ജഗത്രാണ പരമബന്ധു. തൂണിലും തുരുമ്പിലും നാരായണൻ, എന്റെ രാവിലും പകലിലും. ത്രേതായുഗ കാലത്തോളം പഴക്കമുള്ള കടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ കഥ രാമായണത്തിലെ ജടായുവെന്ന പക്ഷിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ലക്ഷ്മണരേഖ മറികടക്കുന്ന സീതയെയും അപഹരിച്ച് യാത്രയ്ക്കൊരുങ്ങുന്ന രാവണന് മാർഗതടസ്സമായി നിൽക്കുന്ന ജടായു. സീതയെ രക്ഷിക്കുവാൻ രാവണനുമായി മൽപ്പിടുത്തത്തിലേർപ്പെടുന്ന ജടായുവിന്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തുന്നു. മരണാസന്നനായി കിടക്കുന്ന ജടായു രാമനെത്തുമ്പോൾ മരണപ്പെടുന്നു. ഭീമാകാരനായ ജടായു രാവണന്റെ വെട്ടേറ്റ് നിലം പതിച്ച പ്രദേശങ്ങൾ ആലുവ, മണപ്പുറം, കടുങ്ങല്ലൂർ, തിരുവാലൂർ എന്നീ സ്ഥലങ്ങളാണെന്ന് വിശ്വസിച്ചു പോരുന്നു.
ജടായുവിന്റെ തലഭാഗം വീണ സ്ഥലം ആലുവ മണപ്പുറവും, നടുഭാഗം വീണത് നടുങ്ങല്ലൂരും, വാലുഭാഗം വീണിടം തിരുവാലൂരുമാണെന്നാണ് പറയപ്പെടുന്നത്. നടുഭാഗം വീണ നടുങ്ങല്ലൂരാണ് പിൽക്കാലത്ത് കടുങ്ങല്ലൂരായി അറിയപ്പെട്ടത്. വിശേഷ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ ആലുവ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നു. തുടർന്ന് കടുങ്ങല്ലൂർ നരസിംഹസ്വാമിയെയും തിരുവാലൂർ മഹാദേവനെയും വണങ്ങി വീണ്ടും ആലുവ ക്ഷേത്രം തൊഴുതു നേടുന്നത് മോക്ഷദായകമായ പിതൃപുണ്യം തന്നെയാണ്. കാതോരം മണി വേണു മുഴക്കിടുന്നോൻ, കാതോരം മണി വേണു മുഴക്കിടുന്നോൻ. കടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ആദ്യകാലത്തെ പ്രതിഷ്ഠ വിഷ്ണുദേവനായിരുന്നു. വൈഷ്ണവ സങ്കല്പത്തിലുള്ള ക്ഷേത്രം പണ്ടേതോ കാലഘട്ടത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ തന്ത്രിയുടെ ഉപാസനാമൂർത്തിയായിരുന്നു നരസിംഹസ്വാമി. അങ്ങനെ തന്ത്രികൾ സ്വന്തം ഉപാസനാമൂർത്തിയെ വിഷ്ണു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ഇവിടം നരസിംഹ ചൈതന്യം വിളങ്ങുന്ന ക്ഷേത്രമാക്കുകയായിരുന്നു. അങ്ങനെയാണ് ശ്രീ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രമുണ്ടായതെന്നും പഴമക്കാർ പറയുന്നു. പ്രാചീന ക്ഷേത്രങ്ങളുടേതുപോലെ വലിയ ബലിക്കല്ലാണ് കടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേത്. ബലിക്കൽ പുര കഴിഞ്ഞ് നമസ്കാര മണ്ഡപം കഴിഞ്ഞാൽ വട്ടശ്രീ കോവിലിനുള്ളിൽ ഭഗവാനെ കണ്ടു തൊഴാം. സദാകേസരം സാധ്യ സൂര്യപ്രഭാവം ഘനം ഗർജനം അർദ്ധമധ്യസ്വരൂപം. ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ശ്രീകോവിലിനു ചുറ്റും മറ്റ് പ്രതിഷ്ഠകളോ ഉപദേവങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഉഗ്രമൂർത്തിയായ ഭഗവാൻ ഉപദേവങ്ങളൊന്നുമില്ലാതെ ഏകാധിപതിയായി വാണരുളുന്നു എന്നതാണ് സത്യം. ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉടനടി പരിഹാരമുണ്ടാകുന്നുവെന്നത് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ദർശനം തേടിയെത്താൻ കാരണമാകുന്നു. നാരായണൻ ഏതൊരു വാളെന്റെ നേർക്കു വന്നാൽ എത്തും നാരസിംഹപ്രഭു നാരായണൻ, നാരസിംഹപ്രഭു നാരായണൻ. കഠിനമായ രോഗങ്ങളുള്ളവർ രോഗശാന്തിക്കായി ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലിയും നരസിംഹ പുഷ്പാഞ്ജലിയും നടത്തിവരുന്നു. ഭഗവാന്റെ കൃപയാൽ മഹാരോഗങ്ങളിൽ നിന്ന് മുക്തി നേടിയവർ തങ്ങളുടെ ശരീരവും മനസ്സും ജീവിതവും ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് ആത്മസാക്ഷാത്കാരം നേടുന്നു. സന്ധ്യ പോൽ ജീവിതം ചുകന്നു നിൽക്കേ മങ്ങുഴം കണ്ണാകെ. തിരുവിതാംകൂർ രാജാവായിരുന്ന വീരമാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് കൊച്ചി രാജ്യത്ത് സാമൂതിരി കൈയടക്കി വച്ചിരുന്ന പ്രദേശങ്ങൾ സ്വതന്ത്രമാക്കി കൊടുത്തതിന് കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ച അന്നത്തെ ആലങ്ങാട് എന്ന രാജ്യമായിരുന്നു ഒരിക്കൽ ഈ മഹാക്ഷേത്രം നിലനിന്നിരുന്നതെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ക്ഷേത്രം തകർക്കപ്പെട്ടു. ആ കാലത്ത് ഐക്കരനാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം അന്നത്തെ ഉടമസ്ഥർക്ക് നോക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കൊച്ചി രാജ്യത്തിൽപ്പെട്ട 4 നമ്പൂതിരി കുടുംബങ്ങളെ ക്ഷേത്ര നിക്ഷേപാധികാരം ഏൽപ്പിച്ചതിനെ തുടർന്നാണ് ഇന്നു കാണുന്ന ക്ഷേത്ര നിർമ്മിതി ഉണ്ടാകുന്നത്. ഈ 4 കുടുംബങ്ങളാണ് ഊരാൺമ അവകാശികളായത്. മാവൽശ്ശേരിമന, മുല്ലപ്പള്ളിമന, ഏലപ്പള്ളിമന, മാവേലിമന എന്നീ കുടുംബങ്ങളാണ് ഊരാൺമ അവകാശികൾ. നാരായണൻ ഏതൊരു വാളെന്റെ നേർക്കു വന്നാൽ എത്തും നാരസിംഹപ്രഭു നാരായണൻ, നാരസിംഹപ്രഭു നാരായണൻ. ഓരോ യുഗങ്ങളിലും ധർമ്മ പുനഃസ്ഥാപനത്തിനായി ഓരോ രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ അവതരിക്കുന്നത് പോലെ കാലാന്തരങ്ങളായി ഭൂമിയുടെയും ചരിത്രത്തിൻ്റെയും മാറ്റങ്ങൾ അറിഞ്ഞ് പല ഭാവങ്ങളിലൂടെ
കടുങ്ങല്ലൂർ ദേശത്തിന്റെ നാഥനായി ശ്രീ നരസിംഹസ്വാമി ഇവിടെ കുടികൊള്ളുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഭൂമിയും വാനവും തൊടാതെ വന്നേ, നോവിന്റെ കുഴൽമാല മുറിച്ചിടുന്നോൻ, രാവില്ല പകലില്ലാതുഴറിടുമ്പോൾ. എല്ലാ വർഷവും മകരവിളക്കിന് ക്ഷേത്രത്തിൽ വിളക്കുത്സവം കൊണ്ടാടുന്നു. ക്ഷേത്രാങ്കണം 1000 വിളക്കുകളുടെ ശോഭയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കടുങ്ങല്ലൂർ ദേശത്ത് മകരജ്യോതി ഉയരുന്നു. മുറിച്ചിടുന്നോൻ, രാവില്ല പകലില്ലാതുഴറിടുമ്പോൾ. മൂവന്തിയഴലിനെ തുടച്ചിടുന്നോൻ, നാവാൽ ഞാൻ ജപിക്കുമ്പോൾ അടുക്കലെത്തി. കാതോരം മണി വേണു മുഴക്കിടുന്നോൻ. ആലുവപ്പുഴയുടെ തീരങ്ങളിൽ രാമമന്ത്രങ്ങൾ നിറയുമ്പോൾ കടുങ്ങല്ലൂർ ക്ഷേത്രാന്തരീക്ഷം സന്ധ്യാനാമങ്ങളാൽ ഭക്തിസാന്ദ്രമായി. നാരായണൻ വാനവും തൊടാതെ വന്നേ, നോവിന്റെ കുഴൽമാല മുറിച്ചിടും. ശ്രീകോവിലിനുള്ളിലെ നരസിംഹ ചൈതന്യം ഹിരണ്യനെ വധിച്ച് വിഷ്ണു ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാനുള്ള അവതാരമായിരുന്നു. ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും നിറയുന്നു. ഇതിലൂടെ യഥാർത്ഥ ഭക്തന്റെ മുന്നിൽ ഭഗവാൻ ഏത് രൂപത്തിലും അവതരിക്കുന്നുവെന്ന സന്ദേശം കൂടിയാണ് നരസിംഹാവതാരം ഭക്തജനങ്ങൾക്ക് പകർന്നു നൽകുന്നത്. മൂവന്തിയഴലിനെ തുടച്ചിടുന്നോൻ, നാവാൽ ഞാൻ ജപിക്കുമ്പോൾ അടുക്കലെത്തി. കാതോരം മണി വേണു മുഴക്കിടുന്നോൻ, കാതോരം മണി വേണു മുഴക്കിടുന്നോൻ. തൂണിലും തുരുമ്പിലും നാരായണൻ, എന്റെ രാവിലും പകലിലും നാരായണൻ. ഏതൊരു വാളെന്റെ നേർക്കു വന്നാലെത്തും നാരസിംഹപ്രഭു നാരായണൻ, നാരസിംഹപ്രഭു നാരായണൻ. വിശേഷ ദിവസങ്ങൾ വരുന്നതിന് മുൻപ് നാം വീടും പരിസരവും വൃത്തിയാക്കിയിടും. വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് കൃഷിക്കാർ നിലമൊരുക്കിയിടും. അതുപോലെ നമ്മുടെ മനസ്സ് ഒരുക്കിയിടുക. വരാൻ പോകുന്നത് നല്ല കാലമാണെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.